ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ട്രാക്കർ. ഞാൻ ചിക്കുമോൻ ഫിലിപ്പ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് അസിസ്റ്റന്റ് സെക്രട്ടറിയുടെയും സിലബസിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള കോപ്പറേഷനിൽ നിന്നുള്ള കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ ബിഫോർ ഇൻഡിപെൻഡൻസ് എന്ന പോർഷനാണ്. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് എങ്ങനെയാണ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇന്ത്യയിൽ വളർന്നു വന്നത്, അത് എത്ര സ്റ്റേജ് ആയിരുന്നു, ഏതൊക്കെയായിരുന്നു ആ സ്റ്റേജ് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഹിസ്റ്ററി ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ. കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ വാസ് സ്റ്റാർട്ടഡ് ആസ് എ സ്റ്റേറ്റ് പോളിസി. നമുക്കറിയാം 1904 ആണ് ആദ്യമായിട്ടൊരു കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് ഇന്ത്യയിൽ വന്നത്. അപ്പോൾ അതിനു മുൻപുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഇന്ത്യയിൽ പട്ടിണിയുടെയും പരിവട്ടത്തിന്റെയും കാലമായിരുന്നു. ആ സമയത്ത് ഇന്ത്യ ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് ഗവൺമെന്റ് ആണ് കോപ്പറേറ്റീവ് മൂവ്മെന്റിനെ ഇന്ത്യയിലോട്ട് അവതരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇന്ത്യയിൽ ആരംഭിച്ചത്. എന്നാൽ ലോകത്തിലെ കാര്യം നോക്കുകയാണെങ്കിൽ കോപ്പറേഷൻ എങ്ങനെയായിരുന്നു? പീപ്പിൾസ് മൂവ്മെന്റ് ആയിട്ടായിരുന്നു ആരംഭിച്ചത്. നിതീസ് ആൻഡ് മ്യൂച്വൽ ലോൺ അസോസിയേഷൻ സ്റ്റാർട്ടഡ് ഇൻ മദ്രാസ് ആൻഡ് ബംഗാൾ ഇൻ 1850 by McLagan and Mr. Lyon paved the way for the introduction of cooperative credit societies in India. ഇവിടെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസിന്റെ സ്റ്റാർട്ടിങ് എവിടെ നിന്നായിരുന്നു, അല്ലെങ്കിൽ എന്തിന്റെ പിന്തുണച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ എന്തിന്റെ ബാക്കിയായിട്ടാണ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് മൂവ്മെന്റ് വന്നതെന്നാണ് പറയുന്നത്. എന്തൊക്കെയൊക്കെ ആയിരുന്നു? നിതീസ് ആൻഡ് മ്യൂച്വൽ ലോൺ അസോസിയേഷൻസ്. അത് ഏത് വർഷമാണ്? 1850 വന്നത്. ആരൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തത്? നമുക്കറിയാം, മഗ്ലഗാനും അതുപോലെ തന്നെ മിസ്റ്റർ ലയോണുമായിരുന്നു അത് സ്റ്റാർട്ട് ചെയ്തത്. അടുത്തത് കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ ബിഫോർ ഇൻഡിപെൻഡൻസ് കെയിം ത്രൂ 5 സ്റ്റേജസ്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് മുൻപ് 5 സ്റ്റേജസിലായിട്ടാണ് ഡെവലപ്പ് ചെയ്തത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്താണ്? 1947 അല്ലെ? അപ്പൊ ഈ 1947 മുൻപുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. 5 സ്റ്റേജ് ഉണ്ട്. ഒന്നാമത്തെ സ്റ്റേജ് പീരീഡ് ഓഫ് ഇൻഫാന്റ് ഇയേഴ്സ്, 2 പീരീഡ് ഓഫ് ഹറീഡ് എക്സ്പാൻഷൻ, 3 പീരീഡ് ഓഫ് അൺപ്ലാൻഡ് എക്സ്പാൻഷൻ, 4 പീരീഡ് ഓഫ് കൺസോളിഡേറ്റഡ് ആൻഡ് റീഓർഗനൈസേഷൻ, 5 പീരീഡ് ഓഫ് റിക്കവറി. അപ്പം ഈ 5 സ്റ്റേജ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ്. നമുക്ക് ആദ്യത്തെ സ്റ്റേജ് നോക്കാം. ഒരു കുട്ടി ജനിക്കുമ്പോൾ ഒരു കുട്ടിക്കാലം അല്ലേ, അതുപോലെ തന്നെയാണ് കോപ്പറേഷന്റെ ആദ്യത്തെ ഒരു സ്റ്റേജ് ആണ് നമ്മൾ ഇൻഫാന്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. നമ്മുടെ കോപ്പറേഷന്റെ പിതാവ് ആരാണ്? ഇന്ത്യയിലെ കോപ്പറേഷന്റെ പിതാവ് ആരാണ്? ഫെഡറിക് നിക്കോൾസൺ അല്ലേ? അപ്പം അദ്ദേഹത്തിന്റെ ഒരു കുട്ടിയാണ് കോപ്പറേഷൻ എന്ന് വിചാരിക്കുക. അപ്പൊ അദ്ദേഹത്തിന് എന്തൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും? തന്റെ കുട്ടി എങ്ങനെയായിരിക്കണം? നമ്മളോടൊക്കെ അച്ഛന്മാർ പറഞ്ഞേ അപ്പുറത്തെ വീട്ടിലെ കുട്ടീനെ കണ്ടുപിടിക്കാൻ. അതുപോലെയാണ് ഫെഡറിക് നിക്കോൾസൺ പറഞ്ഞത്. എന്ത്? ഫൈൻഡ് റേഫിസൺ. നിങ്ങൾ റേഫിസൺ സൊസൈറ്റി പോലെ ആയിരിക്കണം എന്നാണ് നമ്മുടെ ഫെഡറിക് നിക്കോൾസൺ ആഗ്രഹിച്ചത്. അപ്പൊ നമ്മൾ ഇനി നോക്കാൻ പോകുന്ന ആദ്യത്തെ സ്റ്റേജ് ആണ് ഇൻഫാന്റ് സ്റ്റേജ്. പീരീഡ് ഓഫ് ഇൻഫാന്റ് ഇയേഴ്സ് അഥവാ ഇൻഫാന്റ് സ്റ്റേജ് എന്നാണ് അറിയപ്പെടുന്നത്. അത് 1904 മുതൽ 1911 വരെയാണ്. ഓക്കെ, കോപ്പറേറ്റീവ് മൂവ്മെന്റ് വാസ് ഒഫീഷ്യലി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദിസ് സ്റ്റേജ്. ഈ ഒരു സ്റ്റേജിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് കോപ്പറേറ്റീവ് മൂവ്മെന്റിനെ അവതരിപ്പിക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യയിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ പിതാവ് ആരാണ്? ഫെഡറിക് നിക്കോൾസൺ അല്ലേ? അപ്പൊ അദ്ദേഹത്തിന് കോപ്പറേഷനെ കുറിച്ച് ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇന്ത്യയിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റിനെ കുറിച്ച് ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. എന്തായിരുന്നു അത്? നമ്മളോടൊക്കെ അച്ഛന്മാർ പറയുന്നത് പോലെ, നിങ്ങൾ അടുത്ത വീട്ടിലെ കുട്ടീനെ കണ്ടുപിടിക്കാൻ പറയുന്ന പോലെ ഫൈൻഡ് റേഫിസൺ, നിങ്ങൾ റേഫിസൺ സൊസൈറ്റി പോലത്തെ സൊസൈറ്റീസ് ആണ് ഇന്ത്യക്ക് സ്യൂട്ടബിൾ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഓക്കെ, അപ്പം ഈ ഒരു സ്റ്റേജിന് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് 1904 കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് ആണ് അല്ലെ? 1904 കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട്. ഈ ഒരു ആക്ടിന്റെ പിന്നിലോട്ട് നോക്കുകയാണെങ്കിൽ കുറച്ചധികം കാര്യങ്ങൾ ആ ഒരു ആക്ട് വരാനായിട്ട് കാരണമായി. എന്തൊക്കെയായിരുന്നു അത്? ഫാമിംഗ് കമ്മീഷൻ റിപ്പോർട്ട്, അതുപോലെ തന്നെ എഡ്വേർഡ് ലോ കമ്മിറ്റി റിപ്പോർട്ട്, അതുപോലെ തന്നെ പീപ്പിൾസ് ബാങ്ക് ഓഫ് നോർത്തേൺ ഇന്ത്യ എന്ന ഡൂപ്പർനെക്സിന്റെ ബുക്ക്, അതുകൂടാതെ തന്നെ നമ്മുടെ ഫെഡറിക് നിക്കോൾസന്റെ ഫൈൻഡ് റേഫിസൺ എന്ന റിപ്പോർട്ട്. ഇതിന്റെ എല്ലാം ഫലമായിട്ടാണ് 1904 കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് വന്നത്. ഓക്കെ അല്ലെ? അപ്പൊ ഇൻഫാന്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു കുട്ടി ജനിച്ച് അതിന്റെ ആ ഒരു വളർച്ചാ കാലഘട്ടം. നമുക്ക് ഓർത്തിരിക്കേണ്ട 4 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് കേട്ടോ. ഇത് നമ്മളൊരു മനുഷ്യന്റെ ലൈഫുമായി ബന്ധപ്പെടുത്തിയാണ് പറയുന്നത്. നമുക്ക് കുറച്ച് കൂടുതൽ നമുക്ക് നന്നായിട്ട് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട്. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് 1912 മുതൽ 18 വരെയാണ്. എന്താണ് ആ പീരീഡ്? പീരീഡ് ഓഫ് ഹറീഡ് എക്സ്പാൻഷൻ. നമ്മളൊരു 12 വയസ്സായ ഒരാൾക്ക് വേഗം 18 വയസ്സാകാനായിട്ട് ഒരു ആഗ്രഹം തോന്നും അല്ലേ? എന്താണ്? പ്രായപൂർത്തിയാകും, നമുക്ക് ലൈസൻസ് എടുക്കാം,
അതുപോലെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് തീരുമാനമെടുക്കാം. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യും, ഒരു ധൃതി, ആ ഒരു 18 വയസ്സിന് വെയിറ്റ് ചെയ്യുന്ന പോലെ ധൃതി. അപ്പം ഈ ഒരു പീരീഡിന്റെ പേരെന്താണ്, ഹറീഡ് എക്സ്പാൻഷൻ. ദി സെക്കൻഡ് സ്റ്റേജ് വാസ് ഫ്രം 1912 ടു 1918. 1912 മുതൽ 1918 വരെയായിരുന്നു ഈ ഒരു സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. ദിസ് സ്റ്റേജ് ഈസ് ഓൾസോ കോൾഡ് ഹറീഡ് എക്സ്പാൻഷൻ. രണ്ടാമത്തെ സ്റ്റേജിന് മറ്റൊരു പേര് അറിയപ്പെടുന്നത് എന്താണ്, ഹറീഡ് എക്സ്പാൻഷൻ എന്നാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912, കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1913, ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1914, മക്ലഗൻ കമ്മിറ്റി 1914 ടു 1915. ഇതൊക്കെയായിരുന്നു ഈ ഒരു സെക്കൻഡ് സ്റ്റേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങൾ. 1912 കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, അതായത് 1904 ആക്ടിന്റെ ലിമിറ്റേഷൻസ് എല്ലാം ഓവർകം ചെയ്തുകൊണ്ട് നമ്മളൊരു ആക്ട് അവതരിപ്പിച്ചതാണ് 1912 കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. അതിനുശേഷം പിറ്റേ വർഷം കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വരുന്നു 1913. അതിനുശേഷം ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1940. പിന്നെ നമുക്ക് എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് മക്ലഗൻ കമ്മിറ്റി. മക്ലഗൻ കമ്മിറ്റിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1914 മുതൽ 15 വരെയായിരുന്നു. ഇതും ഹറീഡ് എക്സ്പാൻഷൻ പീരീഡ് ഉണ്ടായ സംഭവങ്ങളാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ സ്റ്റേജ് നോക്കാം. 1919 മുതൽ, അതായത് നമുക്ക് ഒരു പ്രായപൂർത്തിയായതിനു ശേഷം നമുക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനൊക്കെ ഒരു ഇതായി അല്ലേ. അപ്പൊ എന്താണ്, പീരീഡ് ഓഫ് അൺപ്ലാൻഡ് എക്സ്പാൻഷൻ. നമുക്കൊരു 18 വയസ്സായി, നമുക്ക് പ്രായപൂർത്തിയായി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, വീട്ടുകാരുടെ ഇതിൽ നിന്നൊക്കെ മാറി നമ്മൾ നമ്മുടെ സ്വന്തം തീരുമാനത്തിന് പുറത്ത് ജീവിക്കാൻ തുടങ്ങിയാണ്. അതുപോലെ കോർപ്പറേഷൻ എന്ത് ചെയ്തു, സ്വന്തം ഒരു ഇതിൽ എന്ത് ചെയ്യുന്നു, അൺപ്ലാൻഡ് എക്സ്പാൻഷൻ ആണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്ത് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് 1919 മൊണ്ടേക്യൂ ചെംസ്ഫോർഡ് റിഫോംസ് ആണ്. ഈ മൊണ്ടേക്യൂ ചെംസ്ഫോർഡ് റിഫോംസിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ കോർപ്പറേഷൻ സ്റ്റേറ്റ് സബ്ജക്റ്റ് ആയിട്ട് മാറിയത്. നമുക്ക് നോക്കാം. മൊണ്ടേക്യൂ ചെംസ്ഫോർഡ് റിഫോംസ് 1919, ഓൾസോ നോൺ ആസ് മോൺഫോർഡ് റിഫോംസ്. മോൺഫോർഡ് റിഫോംസ് എന്ന് പറയപ്പെടുന്നു. അതുകൂടാതെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മിറ്റി എന്നും അറിയപ്പെടുന്നുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് ലെജിസ്ലേഷൻ എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് കോർപ്പറേഷൻ എന്തായി, സ്റ്റേറ്റ് സബ്ജക്റ്റ് ആയിട്ട് മാറി അല്ലേ. സ്റ്റേറ്റ് സബ്ജക്റ്റ് ആയിട്ട് മാറിയപ്പം ഓരോ പ്രൊവിൻസ് അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റിനും എന്ത് ചെയ്യാം, അവരുടേതായ കോപ്പറേറ്റീവ് ലോസ് പാസ്സാക്കുവാനായിട്ടുള്ള അധികാരം കിട്ടി. ഫസ്റ്റ് ലാൻഡ് മോർഗേജ് ബാങ്ക് 1920, ജാങ്ക് ഇൻ പഞ്ചാബ്. 1920 ജാങ്ക് ഇൻ പഞ്ചാബിൽ എന്ത് ചെയ്തു, ആദ്യത്തെ ലാൻഡ് മോർഗേജ് ബാങ്ക് വന്നു. ഇതും ഏത് കാലഘട്ടത്തിലാണ്, 1919 മുതലുള്ള ആ ഒരു പീരീഡിലാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് പ്രൊവിഷണൽ ആക്ട് വാസ് പാസ്ഡ് ബൈ ബോംബെ പ്രൊവിൻസ്. ആദ്യമായിട്ട് ഒരു പ്രൊവിൻസ് കോപ്പറേറ്റീവ് ലോ പാസ്സാക്കിയത് ഏതായിരുന്നു, ബോംബെ ആയിരുന്നു. അത് ഏത് വർഷമാണ്, 1925 അതിനുശേഷം നമുക്ക് മദ്രാസ് പ്രൊവിൻസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ സ്റ്റേറ്റിന് വേണ്ടിയിട്ട് ലോ പാസ്സാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് കോപ്പറേറ്റീവ് ബാങ്ക്സ് വേർ കോൾഡ് സർക്കാരി ബാങ്ക്സ് ഇൻസ്റ്റെഡ് ഓഫ് സഹകാരി ബാങ്ക്സ്. സഹകാരി ബാങ്ക് എന്നതിന് പകരം സർക്കാരി ബാങ്ക് എന്നായിരുന്നു അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ റോയൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ ഹെഡഡ് ബൈ എച്ച് കാൽവേറ്റ്. ഇതും ഏത് പീരീഡിലായിരുന്നു, നമ്മുടെ അൺപ്ലാൻഡ് എക്സ്പാൻഷന്റെ സമയത്തായിരുന്നു. അതുപോലെ സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്ക്. സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്ക് വന്ന വർഷം ഏതാണ്, 1929 ആണ് അല്ലേ. അതും ഈ ഒരു കാലഘട്ടത്തിലായിരുന്നു എന്ന് ഓർക്കുക. അപ്പം ഇതുപോലെ ബേസ് മുതൽ ഏറ്റവും സിലബസ് ബേസ്ഡ് ആയിട്ട് ഏറ്റവും ബേസ് തൊട്ട് നമുക്ക് പഠിച്ചു പോരുവാനായിട്ടുള്ള നമ്മുടെ CCയുടെ പുതിയ ബാച്ചാണ് നമ്മുടെ ബിഗിനേഴ്സ് ബാച്ച് എന്ന് പറയുന്നത്. നമുക്ക് 6 month ഡ്യൂറേഷൻ ആണ് നമ്മുടെ ഈ കോഴ്സിന് വരുന്നത്. നമുക്ക് അക്കൗണ്ടൻസി ആയിക്കോട്ടെ, കോപ്പറേറ്റീവ് ലോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബാങ്കിങ് ആയിക്കോട്ടെ, നമ്മൾ ഏറ്റവും ബേസ് മുതൽ അതിന്റെ അഡ്വാൻസ് ലെവലുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അഡ്വാൻസ് ലെവലുള്ള നോട്ടുകൾ പ്രൊവൈഡ് ചെയ്താണ് നമ്മുടെ ഈ ഒരു ബാച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. അതുപോലെ എനിക്ക് ബാങ്കിങ് മേഖലയിൽ പുതിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഓരോ എക്സാമിനും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരം ചോദ്യങ്ങളെ എങ്ങനെ ഫേസ് ചെയ്യാം, അല്ലെങ്കിൽ അത്തരം ചോദ്യങ്ങൾ ധൈര്യപൂർവ്വം നമുക്ക് കോൺഫിഡൻസോട് കൂടി അറ്റൻഡ് ചെയ്യുവാനായിട്ടുള്ള ആ ഒരു ധൈര്യം നൽകുന്ന ഒരു ബാച്ചാണ് നമ്മുടെ ബിഗിനേഴ്സ് ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർ ഈ കാണുന്ന ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അഡ്മിഷൻ ഉറപ്പാക്കാവുന്നതാണ്. അടുത്ത സ്റ്റേജ് ആണ് ഫോർത്ത് സ്റ്റേജ്, പീരീഡ് ഓഫ് കൺസോളിഡേഷൻ ആൻഡ് റീ ഓർഗനൈസേഷൻ. 1930 മുതൽ 39 വരെയാണ് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. നമ്മൾ ഒരു 30 വയസ്സൊക്കെ ആയപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, ഒരു തിരിച്ചറിവ് ഉണ്ടാവുകയാണ്. എന്താണ്, ഇപ്പൊ ഈ പോകുന്ന പോക്ക് ശരിയല്ല, അപ്പൊ എന്ത് ചെയ്യണം, റീ ഓർഗനൈസേഷൻ വേണം, നമുക്കൊന്ന് പുനർചിന്തിക്കണം എന്നൊരു വരികയാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ എന്താണ് സംഭവിച്ചത് നമുക്ക് നോക്കാം. ഇറ്റ് വാസ് ദി പീരീഡ് ഓഫ് റീ ഓർഗനൈസേഷൻ, റെക്ടിഫിക്കേഷൻ, കൺസോളിഡേഷൻ
ആൻഡ് റീഹാബിലിറ്റേഷൻ ഓഫ് കോപ്പറേറ്റീവ്സ്. കോപ്പറേറ്റീവ്സിന്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു തിരിച്ചുവരവായിരുന്നു ഈ ഒരു സ്റ്റേജ് ഉദ്ദേശിച്ചിരുന്നത്. റീഓർഗനൈസ് ചെയ്യുക, അതുപോലെ തന്നെ എന്തെങ്കിലും തെറ്റുകൾ വന്നാൽ എന്ത് ചെയ്യുക, റെക്ടിഫൈ ചെയ്യുക, കൺസോൾഡേറ്റ് ചെയ്യുക, റീഹാബിലേറ്റ് ചെയ്യുക. ഇതൊക്കെയായിരുന്നു ഈ ഒരു സ്റ്റേജിലെ പ്രത്യേകത എന്ന് പറയുന്നത്. അടുത്തത്, ദി രജിസ്ട്രാർസ് വെയർ എംപവേർഡ് ടു റീകോൺസ്റ്റിറ്റ്യൂട്ട് ദി സൊസൈറ്റീസ് ദി ഗ്രേറ്റ് ഡിപ്രഷൻ പീരീഡ് 1930. അതായത് ഗ്രേറ്റ് ഡിപ്രഷൻ പീരീഡ് 1930 എന്ന് പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിലായിരുന്നു. അതുപോലെ തന്നെ രജിസ്ട്രാർമാർക്ക് എന്ത് കിട്ടി, കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള അധികാരം കിട്ടിയിട്ടുണ്ട്. അതുപോലെ മദ്രാസ് പ്രൊവിഷണൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1932. നമ്മൾ ആദ്യം പറഞ്ഞു ബോംബെ പ്രൊവിൻസ് അല്ലേ, ആ ഒരു സ്റ്റേജിൽ ബോംബെ പ്രൊവിൻസ് 1925 അവരുടേതായ ഒരു ആക്ട് പാസ്സാക്കി. അതിനെ തുടർന്ന് 1932 നമ്മുടെ 4th സ്റ്റേജിലാണ് മദ്രാസ് പ്രൊവിൻസ് അവരുടെ ആക്ട് പാസ്സാക്കുന്നത്. അതിനെ തുടർന്ന് ബീഹാർ പ്രൊവിൻഷണൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വന്നത് 1935 ആണ്. ഒറീസ പ്രൊവിൻഷണൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വന്നത് 1935. അതുപോലെ കൂർഗ് പ്രൊവിഷണൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1937 ഉണ്ട്. അതുപോലെ ബംഗാൾ പ്രൊവിഷണൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1940. ഈ ഒരു ഇയർ ഓർത്തിരിക്കുക, നമുക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് വർഷങ്ങളാണിത്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഒരു ഷോർട്ട് നോട്ടായിട്ട് പ്രിപ്പയർ ചെയ്ത് തന്നെ പഠിക്കുക. അടുത്ത സ്റ്റേജ് ആണ് പീരീഡ് ഓഫ് റിക്കവറി, 1940 മുതൽ 47 വരെ. ഈ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഡ്യൂറിംഗ് ദിസ് പീരീഡ് ദി കോപ്പറേറ്റീവ് മൂവ്മെന്റ് മേഡ് റാപ്പിഡ് പ്രോഗ്രസ് ആസ് എ റിസൾട്ട് ഓഫ് ദി സെക്കൻഡ് വേൾഡ് വാർ. 2ാം ലോകമഹായുദ്ധത്തിന് ശേഷമുള്ള ഒരു കാലഘട്ടമാണ്, അല്ലെങ്കിൽ ആ 2ാം ലോകമഹായുദ്ധത്തിന്റെ ഒരു കാലഘട്ടമാണ്. അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്ത് ചെയ്തു, ഒരു റാപ്പിഡ് ആയിട്ടുള്ള പ്രോഗ്രസ് വന്നു. നമുക്കൊരു 40 വയസ്സൊക്കെ ആയപ്പോൾ നമുക്ക് എന്താണ്, ജീവിക്കണം, ഇനി അധികം നാളുകളൊന്നും ഇല്ല എന്നുള്ള ചിന്തയിൽ നമ്മൾ എന്ത് ചെയ്യും, ജീവിക്കാനുള്ള ഒരു ഊർജ്ജസ്വലതയോടുകൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, പുത്തൻ കാര്യങ്ങൾ ചെയ്യുന്നു, നമ്മൾ സക്സസിലോട്ട് കടക്കുകയാണ്. ഓക്കെ, അഗ്രികൾച്ചർ ഫിനാൻസ് സബ് കമ്മിറ്റി DR ഗാഡ്ഗിൽ ഹെഡ് ചെയ്ത അഗ്രികൾച്ചർ ഫിനാൻസ് സബ് കമ്മിറ്റി 1944. അതുപോലെ മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1942 എന്നിവയൊക്കെ ഈ പീരീഡ് ഓഫ് റിക്കവറി 1940 മുതൽ 47 വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ സംഭവിച്ചതാണ്. അതുപോലെ കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റിയുടെ ഹെഡ് ആരായിരുന്നു, സരയ്യ ആയിരുന്നു അല്ലേ. അപ്പം അല്ലെങ്കിൽ കോപ്പറേറ്റീവ് പ്ലാനിംഗ് കമ്മിറ്റി അതർവൈസ്ലി നോൺ ആസ് സരയ്യ കമ്മിറ്റി, അത് 1945 മുതൽ 1946 കാലഘട്ടത്തിലായിരുന്നു എന്ന് ഓർക്കുക. അപ്പം നമ്മൾ ഇന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെയുള്ള കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ ആ ഒരു ഡെവലപ്മെന്റ് ആണ് നമ്മൾ കണ്ടത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഏതാണ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം കോപ്പറേഷൻ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത്, ഇന്നത്തെ നമ്മുടെ കോപ്പറേഷന്റെ സ്റ്റേജ് എന്താണ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള CSEB എക്സാമിന് ആ സിലബസ് പ്രകാരമുള്ള പുതിയ ക്ലാസ്സുകൾ കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ആയിട്ട് ഇടുക. നിങ്ങൾക്ക് ഉള്ള ഡൗട്ടുകൾ, എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ടുകൾ എന്ത് ചെയ്യുക, കമന്റ് ആയിട്ട് ഇടുക. അതിന്റെ സൊല്യൂഷനുമായി അല്ലെങ്കിൽ അതുമായി ആ ക്ലാസ് നമുക്ക് ഡിസ്കസ് ചെയ്തുകൊണ്ട് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്